അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, പ്രവാചകന്റെ പിതൃവിന്റെ മകനായ മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന് പ്രായം ചെന്ന സമയത്ത് കണ്ണിന് അസുഖം വന്നു. അങ്ങനെ കണ്ണിന് അസുഖം വന്ന സമയത്ത് അദ്ദേഹത്തിന് ചികിത്സിച്ചിരുന്ന വൈദ്യന്മാർ പറഞ്ഞു, നിങ്ങൾ സുജൂദ് ചെയ്യരുതേ, നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യരുത്. അത് ചെയ്താൽ നിങ്ങളുടെ ബ്ലഡ്, രക്തം തലച്ചോറിലേക്കും തലയിലേക്കും കണ്ണിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ട്, എന്നെ ചികിത്സിക്കുന്ന വൈദ്യൻ ഇതേപോലെ നിർദ്ദേശങ്ങളാ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടി? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇത്രയും കാലം നിസ്കരിച്ചിട്ട് സുജൂദ് ചെയ്തിട്ട് ഈ മരിക്കാൻ കാലത്ത് സുജൂദ് ഒഴിവാക്കി. അവൻ ചിന്തിച്ചു നോക്കാതെ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സുജൂദ് ഒഴിവാക്കുക എന്ന് പറയുന്നത്, ഒരു സുജൂദ് ഒഴിവാക്കുക, രോഗമുണ്ടായിട്ട്, കാരണമുണ്ടായിട്ട്, കണ്ണിന്റെ കാഴ്ച പോകുന്നു പേടിച്ചു, ആ സുജൂദ് ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചില്ല. അതാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥ. നിസ്കരിച്ചിട്ടില്ലാതെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല, ഒരു നേരം ഫുഡ് കിട്ടിയില്ല, ഒരു വിഷയവുമില്ല. അവർക്ക് കൃത്യമായ നിസ്കാരം നേരത്തെ നിർവഹിക്കേണ്ടത് അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ്. അവർ ശീലം നമുക്കിടാകും. അങ്ങനെ അദ്ദേഹം സുജൂദ് ചെയ്തു. അവസാനം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടും ചെയ്തു. അന്ധനായിരുന്ന അവസാന കാലത്ത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരിതിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതിന്റെ സ്ഥാനം ഇസ്ലാമിൽ എന്താണെന്നുള്ളത്.